ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഫുഡ്സ്. ഞാൻ റഹ്മയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചിക്കനോളമുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് തൈര് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്കിത് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. പിന്നെ ഞാൻ മസാലയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, 5-6 പച്ചമുളക് ചതച്ചത്, പിന്നെ 1/2 കപ്പ് ചെറിയുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ 1 കപ്പ് സവാള നേരിയ സൈസിൽ അരിഞ്ഞതും കൂടി എടുത്ത് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിൽ നിന്നും കോരിയെടുക്കാം. ബിരിയാണി ദമ്മിടുമ്പോൾ ഇട്ട് കൊടുക്കാനാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ സാധാരണ അടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഗ്യാസിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യാം. കുറച്ച് കനലുണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ചെറിയുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് മസാലക്കൊക്കെ. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില ഇവയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തേച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അടച്ച് വെച്ചൊന്ന് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് കുക്കാവേണ്ട, ഒരു 1/4 ഭാഗത്തോളം കുക്കായാൽ മതി. കാരണം നമ്മൾ ദമ്മിടുമ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടി ചിക്കൻ വേവും. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനും ഗ്രേവിയും വേറെ വേറെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. നമ്മൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ സാധാരണ ഗീ റൈസിന് എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ഗ്രേവി ചേർക്കുന്നത് കൊണ്ട് ആ ഗ്രേവിയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരും. അപ്പം വെള്ളം അതിന് കുറച്ചെടുക്കുക. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ്, പുതിന ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ റൈസിൻ്റെ മേലെയുള്ള വെള്ളം വറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗ്രേവി ചേർക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് ഒരു വെയിറ്റ് വെച്ചതിന് ശേഷം നല്ല പോലെ കണലിട്ട് കൊടുക്കാം. അപ്പോൾ അടിയിൽ കണലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി 1 മണിക്കൂർ വരെ നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. എന്നിട്ട് ഈ റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ഗ്യാസ് അടുപ്പിലാണെങ്കിലും വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുറച്ച് കനലിടേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.